ഹായ് കൂട്ടുകാരെ, നമ്മുടെ വീട്ടിലെ ആപ്പിൾ ചെറിയാണ്. ഇതിൽ നിറയെ കായ്കൾ, എപ്പോഴും കായ, എപ്പോഴും ഓരോ സീസണായിട്ടൊന്നും അല്ല. ഇതെപ്പോഴും അതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. ഇതെപ്പോഴും കായ്കൾ പിടിച്ച് ഇങ്ങനെ ഇലയുടെ അടിയിൽ നിറഞ്ഞ് നിൽപ്പുണ്ട്. ഇതിനൊരു പച്ചയ്ക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാം, അച്ചാറൊക്കെ ഇടാം. പിന്നെ ഇത് നമ്മുടെ അടുത്ത കൃഷിഭവനിൽ നിന്ന് പഞ്ചായത്ത് വഴി കിട്ടിയതാണ്. കൃഷിഭവന് സൗജന്യ തൈകൾ കൊടുത്തപ്പം നമ്മൾ അന്നേരം സബ്സിഡി വഴി അന്ന് കിട്ടിയതാണ്. ഇതിന് 30 രൂപ അന്ന് കൊടുത്തു വാങ്ങി നട്ടതാണ്. ഇപ്പം 3 വർഷത്തോളമായി. ഇത് നല്ല ഇനം ആപ്പിൾ ചെറിയാണ്. ഇത് ഇപ്പം പച്ചയായിട്ട് നിൽക്കുക. ഇതെല്ലാം ഇനി പഴുക്കണം. പഴുത്ത് ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ഉണ്ട്. അതിനകത്തൊക്കെ ഇതിൻ്റെ പഴുത്ത കായ്കൾ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇതിപ്പം പൂവിട്ട് ചെറിയ കായ്കളായതേ ഉള്ളൂ. ഇതിനി നിന്ന് വിളഞ്ഞ് നന്നായിട്ട് പഴുക്കണം. ഇത് ഇലയുടെ അടിയിലാണ് കൂടുതൽ ഇങ്ങനെ ഉണ്ടായി, നല്ല കണ്ടില്ലേ, ഉണ്ടായി ഇങ്ങനെ കിടപ്പുണ്ട്. ഇതൊരു പുളിപ്പും ചെറിയ മധുരമൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പേരയ്ക്ക ഇഷ്ടംപോലെ കായ്ക്കും. ഇതിൻ്റെ ഉള്ളു വെളുത്തതാണ്, ചെറിയ അരിയോടെ നല്ല രുചിയാണ് കഴിക്കാൻ. ഇഷ്ടംപോലെ മേളിലൊക്കെ കായ്ച്ച് കിടപ്പുണ്ട്. ഇത് നമ്മുടെ മൽബറി. ഇതും നമ്മുടെ വീട്ടിൽ നന്നായിട്ട് കായ്ക്കും. ഇതിനും നല്ല ചെറിയ പുളിപ്പും ചെറിയ മധുരമൊക്കെ ഉണ്ട്. ഇപ്പം മഴയൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ ഒരുപാട് കായ്കളൊക്കെ അങ്ങ് വെള്ളം വീണ് മഞ്ഞലായി പോയതാണ്. ഒരുപാട് കായ്കൾ കായ്ച്ചതാണ്. ഇത് നമ്മുടെ കോവയ്ക്കായ വള്ളി പടർത്തി ഒരു തണ്ട് വെച്ചതാണ്. അത് വള്ളി പടർന്ന് ഇഷ്ടംപോലെ കോവയ്ക്ക ഉണ്ടായി. നമുക്ക് കുറേ ഫ്രൂട്ട്സ് ഇതുപോലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ നാട്ടിലുണ്ട്. ഇത് നമ്മുടെ മുട്ടപ്പഴത്തിൻ്റെ മരമാണ്. മുട്ടപ്പഴം കണ്ട മുകളിലോട്ടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ഇതൊരു നല്ല മുട്ടയുടെ അത്ര ചെവയും അതുപോലൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ മധുരമുള്ളതാണ്. അതുകൊണ്ട് പഴുക്കാറായി നിൽക്കുന്നുണ്ട്. പഴുക്കാറായിട്ട് നിൽക്കുക. കണ്ടോ നല്ല ഇനമാണ്, നല്ല വലുപ്പത്തിൽ നല്ല ഒരു ഫ്രൂട്ട്സാണ്. ഇഷ്ടംപോലെ ഉണ്ടാവും. ഇഷ്ടംപോലെ പച്ചയും ഒക്കെ കായ്ച്ച് കിടപ്പുണ്ട്.